ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുഴുങ്ങി തൊലി കളഞ്ഞ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞിട്ടുള്ളതാണ്. അതും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണെങ്കിലും കൈ വെച്ച് ഉടച്ചെടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് രണ്ടും ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ഒരു തിന്നായിട്ടുള്ള ഒരു റോള് മാതിരി വേണം നമ്മൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇത് കൂട്ട് ഭയങ്കര ലൂസാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ആവശ്യം വരില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് മൈദ വെച്ചിട്ടൊരു കൂട്ടുണ്ടാക്കണം. അപ്പോൾ ഞാൻ അവിടെ 2 ടീസ്പൂൺ നിറയെ മൈദ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് കട്ടിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് പേസ്റ്റ് മാതിരി ആക്കിയെടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കിത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സമൂസ ഷീറ്റ് അല്ലെങ്കിൽ റോളിൻ്റെ ഷീറ്റൊക്കെയാണ്. അപ്പോൾ അത് ഞാനിത് ഇതുപോലെ നീളത്തിൽ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ഷീറ്റ് ആണെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ മുട്ടയുടെ, അത് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. വളരെ തിന്നായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും, കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മൈദ കലക്കിയത് ഇതിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ഒട്ടി വരാനാണ്. ഇത് നമുക്ക് പല ഷേപ്പിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴയ ആ ഒരു സിഗരറ്റ് മിഠായിയൊക്കെ ഉണ്ടല്ലോ, നല്ല നീളത്തിൽ കിടക്കണ ആ ഒരു രസം കിട്ടാനായിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും. കുറച്ച് തിന്നായിട്ട് ചുരുട്ടി എടുക്കുവാണെങ്കിൽ നല്ല രസം ഉണ്ടാവും, നല്ല ക്രിസ്പി ആയിരിക്കും, കുറേ ലെയറൊക്കെ ആയിട്ട്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ 1-2 ഇങ്ങനെ കുട്ടി റോളാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറച്ച് നീളത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോൾ 2 പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്തൊക്കെ ചെയ്യാം. പക്ഷേ ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറച്ച് വെച്ചിട്ട് ഒരുപാട് ചുരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളൊരു പഫ്സൊക്കെ കഴിക്കുന്ന പോലെ ഒത്തിരി ലെയറായിട്ട് കിട്ടും. ഇപ്പോൾ ഫുള്ള് നമ്മൾ മൈദയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡ് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ മൈദ വെച്ച് കുഴച്ചുണ്ടാക്കില്ല, അതേപോലെ വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. എടുക്കുന്ന സമയത്ത് ഇളകിന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദ പേസ്റ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 2 ചെറിയ റോളും ബാക്കിയുള്ളതൊക്കെ വലിയ റോളും ചെയ്തിട്ടുള്ളത്. പിന്നെ 1-2 സ്ക്വയർ ഷേപ്പിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടുള്ള സമയത്ത് ചേർക്കേണ്ട, പെട്ടെന്ന് കളറ് മാറും, പക്ഷേ ഉള്ളിൽ അത്ര ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കിട്ടുന്ന മാതിരിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി നേരമായിട്ട് നമ്മൾ ഇങ്ങനെ കരിച്ചെടുക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറ് മതി. അപ്പോൾ ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. കുട്ടീസിനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ആ പഫ്സിൻ്റെ ഒക്കെ ലെയർ മാതിരി തന്നെയാണ് ഉള്ളത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.